നമസ്കാരം. ശ്രീരാഗം ആസ്ട്രോളജിയിലേക്ക് എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ സ്വാഗതം. ഇന്നത്തെ അധ്യായത്തിൽ നമ്മൾ പറയാൻ പോകുന്ന പ്രധാന കാര്യം നാളത്തെ ദിവസഫലമാണ്. അതായത് നാളെ തിങ്കളാഴ്ചയാണ് 23-ാം തീയതി. അപ്പോൾ നാളെ തിങ്കളാഴ്ച ദിവസമായതിനാൽ തന്നെ ചന്ദ്രൻ്റെ ദിനമാണ്. നാളെ ചന്ദ്രൻ ഒരു ശുഭസ്ഥാനത്ത് സഞ്ചരിക്കുകയും ഗുരുവിൻ്റെ അനുകൂല ദൃഷ്ടി കൂടി ഇവിടെ ലഭിക്കുകയും ചെയ്യുന്ന ദിവസമായതിനാൽ ഇത് ചന്ദ്ര ഗുരു സൗമ്യ ബന്ധ യോഗം എന്ന രീതിയിലായിരിക്കും കണക്കാക്കപ്പെടുന്നത്. ഈ യോഗമുണ്ടാകുമ്പോൾ സാധാരണയായി മനസ്സിൻ്റെ സ്ഥിരത വർദ്ധിക്കും, തീരുമാനങ്ങൾ എടുക്കുന്നതിൽ ശക്തി ഉയരും, ദൈവാനുഗ്രഹം എളുപ്പത്തിൽ ലഭിക്കും, അതേപോലെ തന്നെ തടസ്സപ്പെട്ട കാര്യങ്ങളൊക്കെ സജീവമാകുന്നതിനും സാധ്യമാകും. എന്നാൽ ചന്ദ്രൻ്റെ സ്വഭാവം അറിയാമല്ലോ, ചാഞ്ചാട്ടമുള്ളതാണ്. അതുകൊണ്ട് തന്നെ സമയം തെറ്റിച്ചാൽ ഫലം കുറയും. അതായത് ശരിയായ സമയം ഉപയോഗിച്ചാൽ മാത്രമേ ഫലങ്ങൾ നാളത്തെ ദിവസം ഇരട്ടിയായി വന്നു ചേരുകയുള്ളൂ. അതുകൊണ്ട് തന്നെ നാളെ രാവിലെ 7 മണി കഴിഞ്ഞ് 20 മിനിറ്റ് മുതൽ 9 മണി കഴിഞ്ഞ് 5 വരെയുള്ള സമയം ചന്ദ്രബലം കുറയുന്ന സമയമാണ്. ആ ഒരു സമയത്ത് വഴക്ക്, വാക്കേറ്റം എന്നിവ ഒഴിവാക്കുക. വീട്ടിൽ നെഗറ്റീവ് വാക്കുകൾ പറയാനേ പാടുള്ളതല്ല നാളത്തെ ദിവസം. ഇനി മധ്യാഹ്ന സമയം ഒരു 12 മണി കഴിഞ്ഞ് 10 മിനിറ്റ് മുതൽ 1 മണി 35 മിനിറ്റ് വരെ ധനപ്രവാഹം ദുർബലമാകുന്ന ഒരു സമയം കൂടിയാണ്. ആ ഒരു സമയത്ത് പണം കടം കൊടുക്കുക അരുത്. പുതിയ ബിസിനസ് തീരുമാനങ്ങൾ എന്തെങ്കിലും എടുക്കുന്നവരാണെങ്കിൽ പോലും ഈ ഒരു സമയം, അതായത് 12:10-നും 1:35-നും ഇടയിലുള്ള സമയം തീരുമാനങ്ങൾ എടുക്കരുത്. ഇനി വൈകിട്ട് 6:05 മുതൽ ഒരു 7:10 വരെ മനസ്സിൻ്റെ അസ്ഥിരത ഉയരുന്ന സമയമായതിനാൽ ഒറ്റയ്ക്കിരുന്ന് ചിന്തിക്കുകയോ വിഷമിക്കുകയോ ചെയ്യരുത്. അങ്ങനെ ചെയ്താൽ വീണ്ടും ചിന്തകളെ പിടിച്ചു നിർത്താൻ നമുക്ക് പറ്റാത്ത അവസ്ഥ വരും. കാരണം ചന്ദ്രനാണ്, ചാഞ്ചാട്ടമുള്ള സ്വഭാവമാണ്. നെഗറ്റീവ് ചിന്തകളെ സ്വയം നിയന്ത്രിക്കുക. അപ്പോൾ ഈ ഒരു സമയം ക്ഷേത്രങ്ങളിലോ അല്ലെങ്കിൽ നല്ല ലൈറ്റ് മ്യൂസിക്കുകളൊക്കെ കേൾക്കാൻ ശ്രമിക്കുന്നത് ഉത്തമമായിരിക്കും. അപ്പോൾ ഈ ഒരു 3 സമയങ്ങൾ നിങ്ങൾ നാളത്തെ ദിവസം കൃത്യമായി പാലിച്ചാൽ നാളത്തെ ദിവസം യോഗഫലങ്ങൾ നിങ്ങൾക്ക് ഉറപ്പായിട്ടും വന്നു ചേരും. ഇനി പറയാൻ പോകുന്നതാണ് പ്രധാന കാര്യം. 10 നക്ഷത്രക്കാർക്ക് മാത്രം ശക്തമായ ഫലം നൽകുന്ന കാര്യമാണ് നാളത്തെ ദിവസം. അതിൽ ആദ്യത്തേത് അശ്വതി നക്ഷത്രമാണ്. നിങ്ങളുടെ ജാതകത്തിൽ ചന്ദ്രബലം ഉണരുന്ന ദിവസമായിരിക്കും അശ്വതി നക്ഷത്രക്കാർക്ക് നാളെ. അതിനാൽ പുതിയ തുടക്കത്തിനൊക്കെ നാളെ അനുകൂലമായിരിക്കും. തീരുമാനങ്ങളിൽ വ്യക്തത വരുന്ന ഒരു ദിവസമാണ്. മനസ്സിൽ ഇപ്പോൾ എന്തെങ്കിലും തരത്തിലുള്ള ഭയം നിങ്ങളെ അലട്ടുന്നുണ്ടെങ്കിലും അതിൽ നിന്നും നാളത്തെ ദിവസം മോചനം ഉണ്ടാകും. ഇനി ചെയ്യാൻ പാടില്ലാത്തൊരു കാര്യം, രാവിലെ ആരോടും കടുപ്പമായി നാളത്തെ ദിവസം സംസാരിക്കാൻ പാടില്ല എന്നതാണ്. അതായത് രാവിലെ ഒരു 10 മണിക്ക് മുൻപേ വരെയുള്ള ഒരു സമയം, രാവിലെ എഴുന്നേറ്റ് 10 മണി വരെയുള്ള ഒരു സമയം കടുത്ത ഭാഷയിൽ ആരോടും സംസാരിക്കരുത്. പിന്നീട് ഓം സോം ചന്ദ്രായ നമഃ എന്നതൊരു 21 ജപിക്കുക. രാവിലെ ജപിച്ചാൽ ഏറ്റവും ഉത്തമം. ഇനി രണ്ടാമത്തെ നക്ഷത്രം രോഹിണിയാണ്. ചന്ദ്രൻ്റെ സ്വന്തം നക്ഷത്രമാണ്. അതുകൊണ്ട് ഫലം കൂടുതൽ ശക്തമായിട്ട് തന്നെ വന്നു ചേരും. പണം നാളത്തെ ദിവസം വരാനുള്ള വഴികൾ കാണുന്നു. ലോട്ടറിയൊക്കെ എടുത്താൽ നാളത്തെ ദിവസം ഒരു ചെറിയ തുക, ഒരു വലിയ തുകയെന്നല്ല, ചെറിയ തുകയൊക്കെ ലഭിക്കാൻ 500 രൂപ അല്ലെങ്കിൽ ആ ഒരു റേഞ്ചിലൊക്കെ ലഭിക്കാൻ സാധ്യതയുണ്ട്. കുടുംബത്തിൽ സന്തോഷമുണ്ടാകും. നിങ്ങൾ വസിക്കുന്ന ഗൃഹത്തിൽ ചില സന്തോഷ വാർത്തകൾ കേൾക്കാൻ അല്പനേരത്തേക്കെങ്കിൽ പോലും മനസ്സിന് ആ ഒരു സന്തോഷം നിങ്ങൾക്ക് വന്നു ചേരും. കാരണം ഒരുപാട് ടെൻഷനിലൂടെയാണ് നിങ്ങളിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. ഒരു സ്ഥിരതയില്ലാത്ത അവസ്ഥ. നാളെ ആർക്കും പണം കടം കൊടുത്തിട്ടുള്ള സ്നേഹത്തിന് പോകണ്ട. ആർക്കും നാളെ പണം കടം കൊടുക്കാതിരിക്കുക. ചോദിച്ചാലും കയ്യിലില്ല എന്ന് പറയുക. കാരണം ഭാവിയിൽ അത് വിനയായി മാറാൻ സാധ്യതയുണ്ട്. ഓം ശ്രീ മഹാലക്ഷ്മി നമഃ 27 തവണ നാളത്തെ ദിവസം ഒന്ന് ജപിക്കുക. ഓം ശ്രീ മഹാലക്ഷ്മി നമഃ. ഇനി മൂന്നാമത്തെ നക്ഷത്രം മകയിരമാണ്. ഗുരുദൃഷ്ടി ശക്തമായി നാളത്തെ ദിവസം നിങ്ങൾക്കുണ്ടാകും. ജോലിയിൽ അംഗീകാരം ഉണ്ടാകും. അപ്പോൾ നാളത്തെ ദിവസം ഈ താൽക്കാലിക ജോലിയൊക്കെ ചെയ്യുന്ന ആളുകൾ ഉണ്ടാകുമല്ലോ, അവർക്ക് നാളത്തെ ദിവസം ചില അംഗീകാരങ്ങളൊക്കെ വൈകുന്നേരത്തിനുള്ളിൽ നിങ്ങളെ പെർമനൻ്റ് ആക്കി എന്നൊക്കെ പറയുന്ന ചില വാർത്തകളൊക്കെ ലഭിക്കാൻ സാധ്യത കാണുന്നുണ്ട്. മേലധികാരിയുടെ പിന്തുണയും നാളത്തെ ദിവസം ഉണ്ടാകും. നാളെ ആരോടും അഹങ്കാരത്തോടെ സംസാരിക്കരുത്. അഹങ്കാരം എന്ന് പറയുന്നത് ദേഷ്യത്തോടെ, അത് ആരോടും അങ്ങനെ വേണ്ട നാളത്തെ ദിവസം. കൂടാതെ ഓം നമോ നാരായണായ ഒരു 27 പ്രാവശ്യം നാളത്തെ ദിവസം ഒന്ന് ജപിക്കുക.
ഇനി 4-ാമത്തെ നക്ഷത്രം പൂരമാണ്. ശുക്രസ്വാധീനം നാളെ നല്ല രീതിയിലുണ്ട് നിങ്ങൾക്ക്. അതിൻ്റേതായി ബിസിനസ് ചെയ്യുന്ന ആളുകൾക്ക് നാളെ ലാഭം പ്രതീക്ഷിക്കാം. ആകർഷണ ശക്തി വർദ്ധിക്കും. നാളെ ഒരു ബിസിനസ്, ഒരു പ്രോഡക്റ്റ് നിങ്ങൾ ഒരാൾക്ക് വിറ്റാൽ പോലും ആ പ്രോഡക്റ്റ് വാങ്ങുന്ന ആൾക്ക് നിങ്ങളോട് വളരെ ആകർഷണമുണ്ടായി ഭാവിയിലും നിങ്ങൾക്കത് വലിയ നേട്ടത്തെ പ്രദാനം ചെയ്യും. നാളത്തെ ദിവസം ആവേശത്തിൽ പണം ചിലവഴിക്കാതിരിക്കാനായിട്ട് ശ്രദ്ധിക്കുക. ഓം ഗം ഗണപതേ നമഃ 21 തവണ നാളത്തെ ദിവസം ജപിക്കണം. ഇനി 5-ാമത്തെ നക്ഷത്രം ഉത്രമാണ്. സൂര്യൻ്റെ ശക്തി ലഭിക്കുന്ന ഒരു നക്ഷത്രമാണ് ഉത്രം. നാളത്തെ ദിവസം കുടുംബത്തിൽ സമാധാനം ഉണ്ടാകും. നിങ്ങൾക്ക് സമൂഹത്തിൽ മാന്യത വർദ്ധിക്കുന്ന ദിവസമാണ്. നിങ്ങൾ നിമിത്തം, അതായത് നിങ്ങളുടെ വാഗുണ്ട് മറ്റൊരാളുമായി വാക്കേറ്റത്തിനോ അല്ലെങ്കിൽ നിങ്ങൾ അതിനൊരു വഴക്കിനോ പ്രശ്നത്തിനോ കാരണമാകാതിരിക്കാനായിട്ട് നാളത്തെ ദിവസം ശ്രദ്ധിക്കുക. ഓം നമഃശിവായ നാളെ 108 ഉരു നിങ്ങൾ തീർച്ചയായും ജപിക്കേണ്ടത് അനിവാര്യം. ഇനി 6-ാമത്തെ നക്ഷത്രം ചോതിയാണ്. വായു സ്വഭാവമുള്ള നക്ഷത്രമാണ്. അതായത് മനസ്സ് വേഗത്തിൽ തന്നെ മാറാനുള്ള സാധ്യത വായുവിൻ്റെ വേഗത്തിലായിരിക്കും. അതായത് ഇപ്പോൾ പറയുന്ന കാര്യമായിരിക്കത്തില്ല കുറച്ചുകൂടെ കഴിയുമ്പോൾ പറയുന്നത്. ഒരിടത്തേക്ക് പോകാമെന്ന് ചിന്തിക്കുമ്പോൾ വേണ്ട, അത് അങ്ങനെ പോകണ്ട, ചിലപ്പോൾ അത് നെഗറ്റീവായി മാറും എന്ന ചിന്ത വന്ന് തീരുമാനങ്ങളിൽ നിന്ന് പെട്ടെന്നൊരു മാറ്റത്തിന് സാധ്യതയുള്ള നക്ഷത്രമാണ്. നാളെ ശത്രുദോഷമൊക്കെ കുറയുന്ന ഒരു ദിവസമാണ്. ആത്മവിശ്വാസം വലിയ തോതിൽ ഉയരുകയും ചെയ്യും. നാളത്തെ ദിവസം ചോദ്യ നക്ഷത്രക്കാർ രഹസ്യങ്ങളൊന്നും ആരോടും പറയാൻ പാടുള്ളതല്ല. ഓം ദുർഗായൈ നമഃ 21 പ്രാവശ്യം ജപിക്കുക. അടുത്ത നക്ഷത്രം അനിഴമാണ്. ശക്തമായ ദൈവാനുഗ്രഹം ലഭിക്കുന്ന നക്ഷത്രമാണ് അനിഴം. നാളെ പ്രശ്നങ്ങൾ എന്തെങ്കിലും നിലവിലുണ്ടെങ്കിൽ അതിനൊക്കെ പരിഹാരം ഉണ്ടാവുകയും യാത്രകൾ കൊണ്ട് നാളത്തെ ദിവസം ഗുണം വരികയും ചെയ്യുന്ന ദിവസമായിരിക്കും. വൈകുന്നേര യാത്രകൾ നാളെ ഒന്ന് ഒഴിവാക്കുന്നത് അനിഴം നക്ഷത്രക്കാർക്ക് ഉത്തമമായിരിക്കും. ഓം ഹനുമതേ നമഃ 21 പ്രാവശ്യം നാളത്തെ ദിവസം ജപിക്കുക. ഇനി 8-ാമത്തെ നക്ഷത്രമായി വരുന്നത് മൂലമാണ്. ഗഹനമായ മാറ്റങ്ങൾ നൽകുന്ന ഒരു നക്ഷത്രം കൂടിയാണ്. ഗുണഫലങ്ങൾ നാളെ പുതിയ തുടക്കങ്ങൾക്ക് അനുകൂലമായിരിക്കും. വിദേശത്തേക്ക് പോകുന്നതുമായി ബന്ധപ്പെട്ട ചില വാർത്തകൾ നാളത്തെ ദിവസം ശ്രവിക്കാനിടവരും. ഇനി നാളെ അനാവശ്യ ചിലവ് ഒഴിവാക്കുക എന്നതാണ് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം. ഓം ഭഗവതേ വാസുദേവായ 21 പ്രാവശ്യം നാളെ നിങ്ങൾ ജപിക്കേണ്ടതാണ്. ഇനി 9-ാമത്തെ നക്ഷത്രം അവിട്ടമാണ്. ശനി സ്വാധീനം, അതായത് സ്ഥിരത നൽകുന്ന ഒരു നക്ഷത്രം കൂടിയാണ് അവിട്ടം. നാളെ ധനസ്ഥിരത ഉണ്ടാവുകയും പ്രായോഗിക വിജയം നിങ്ങൾക്ക് വന്നു ചേരുകയും ചെയ്യുന്ന ഒരു ദിവസമാണ്. നാളെ അടുത്ത സുഹൃത്തുക്കളോടോ അല്ലെങ്കിൽ അകന്ന സുഹൃത്തുക്കളോടോ ആരായാലും സുഹൃത്തുക്കളോട് നാളെ തർക്കത്തിന് പോകാതിരിക്കുക. ഓം ശനീശ്വരായ നമഃ 23 പ്രാവശ്യം നാളത്തെ ദിവസം ജപിക്കുക. ഇനി 10-ാമത്തെ നക്ഷത്രം രേവതിയാണ്. സമ്പൂർണ്ണ ദൈവാനുഗ്രഹം ലഭിക്കുന്ന നക്ഷത്രം കൂടിയാണ്. നാളത്തെ ദിവസ കാര്യം പറയുമ്പോൾ നാളെ ദൈവാനുഗ്രഹം കൂടെയുണ്ട്. ആഗ്രഹ സാഫല്യം ഉണ്ടാവുകയും ആത്മീയമായൊരു വളർച്ചയുണ്ടാവുകയും നാളത്തെ ദിവസം ക്ഷേത്ര ദർശനങ്ങളൊക്കെ നടത്തിയാൽ ഉത്തമമായിരിക്കും. നെഗറ്റീവ് ചിന്തകളിൽ മുഴുകാതിരിക്കാനാണ് നാളത്തെ ദിവസം നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്. ഓം നമോ ഭഗവതേ വാസുദേവായ എന്ന മന്ത്രം നാളെ 108 പ്രാവശ്യം ജപിക്കുകയും വേണം. അപ്പോൾ നാളെ വൈകുന്നേരം 6 മണിക്ക് ശേഷം നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യമുണ്ട്. അതായത് ദീപം തെളിയിക്കണം. എണ്ണ ദീപം മതി, നെയ്ത്ത് ദീപം വേണ്ട, സാധാരണ എണ്ണ ഒഴിച്ച് എന്നിട്ട് അതിന് മുന്നിൽ ഇരുന്ന് ഒരു 3 മിനിറ്റെങ്കിലും കണ്ണടച്ച് ഇരിക്കുക. എന്നിട്ട് മനസ്സിൽ പറയേണ്ട കാര്യമുണ്ട്, അതുകൂടി ഞാൻ പറഞ്ഞു തരാം. എൻ്റെ തടസ്സങ്ങളൊക്കെ മാറട്ടെ, എൻ്റെ ഭാഗ്യം ഉണരട്ടെ എന്ന് ആ ഒരു 3 മിനിറ്റ് നിങ്ങൾ വിളക്കിന് മുന്നിൽ കണ്ണടച്ചിരിക്കില്ലേ, ആ സമയത്ത് നിങ്ങളുടെ മനസ്സിൽ ഈ ചിന്തകളാണ് വരേണ്ടത്. അതായത് എൻ്റെ തടസ്സങ്ങൾ മാറട്ടെ, എൻ്റെ ഭാഗ്യം ഉണരട്ടെ എന്ന് ഈ ഒരു മന്ത്രം എന്നോളം നിങ്ങളുടെ മനസ്സിൽ ഒരു 3 മിനിറ്റ് മതി. ഒരു മൊബൈൽ അലാറം എന്തെങ്കിലും സെറ്റ് ചെയ്ത് ജസ്റ്റ് ഒരു 3 മിനിറ്റ് അങ്ങനെ ഒന്ന് കണ്ണടച്ചിരുന്ന് പ്രാർത്ഥിക്കുക. ഇങ്ങനെ ശേഷം, അതായത് ഇതിന് 3 മിനിറ്റ് ശേഷം ഓം നമഃശിവായ എന്നൊരു 11 പ്രാവശ്യം കൂടി പറഞ്ഞാണ് ഇതിനൊരു ഉപസംഹാരം ആകുന്നത്. അപ്പോൾ 3 മിനിറ്റ് കണ്ണടച്ചിരുന്ന് എൻ്റെ ഭാഗ്യം ഉണരട്ടെ, എൻ്റെ കാര്യങ്ങൾ ശരി, അതായത് എൻ്റെ ഭാഗ്യം ഉണരട്ടെ, എൻ്റെ തടസ്സങ്ങൾ മാറട്ടെ എന്ന രീതിയിൽ പറഞ്ഞതിന് ശേഷം 3 മിനിറ്റിന് ശേഷം ഓം നമഃശിവായ എന്നൊരു 11 പ്രാവശ്യം കൂടി നിങ്ങൾ പറയേണ്ടതാണ്.
അപ്പോൾ നാളത്തെ ദിവസം ഈ 10 നക്ഷത്രക്കാർക്ക് നിർണായകമായ ദിനമാണ്. ശരിയായ സമയം പാലിച്ചാൽ, ശരിയായ മന്ത്രം നിങ്ങൾ ജപിക്കുക കഴിഞ്ഞാൽ ജീവിതത്തിൽ ഒരു വലിയ മാറ്റം നിങ്ങൾക്ക് വന്നു ചേരും. ആ ഒരു മാറ്റം നിങ്ങളുടെ ജീവിതത്തിലേക്ക് തന്നെ ഒരു വലിയ തുടക്കമായിട്ട് വന്നു ചേരും. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കാതിരിക്കുക. കമൻറ്റ് ബോക്സ് ഓണാക്കി തന്നെ ഇട്ടിരിക്കും. നാളത്തെ ദിവസം നിങ്ങൾക്ക് ഇതിൻ്റെ ഗുണഫലങ്ങൾ ഒരാൾക്കെങ്കിലും ലഭിക്കുകയാണെങ്കിൽ, ഈ 10 നക്ഷത്രത്തിൽ ഒരു നക്ഷത്രക്കാർക്കെങ്കിലും ലഭിക്കുകയാണെങ്കിൽ നിങ്ങൾ തീർച്ചയായും കമൻറ്റായിട്ട് രേഖപ്പെടുത്താനും മറക്കാതിരിക്കുക. മറ്റൊരു വീഡിയോയുമായി കാണുന്നത് വരെ നന്ദി.